ഈ വേദിയിൽ ഉണ്ടാകേണ്ടിയിരുന്ന മഹാനായ ഉസ്താദ് ഹസ്രത്ത് അബൂബക്കർ ഉസ്താദ് അവറുകൾ അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധിക്ക് കീഴ്പ്പെട്ടുകൊണ്ട് യാത്രയായിരിക്കുകയാണ്. മരണം എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ മഹാനായ ഹസ്രത്ത് അവറുകളുടെ മരണം പെട്ടെന്നുണ്ടായ ഒരു മരണം, ആകസ്മികമായി എന്ന രീതിയിൽ തന്നെ അതുണ്ടായപ്പോൾ നമ്മളെല്ലാവരും അത് വളരെയേറെ വേദനിക്കുകയും ആ നഷ്ടബോധം അനുഭവിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവരാണ്. അള്ളാഹു മഹാനവറുകൾക്ക് അവരുടെ ബർസഖിയായ ജീവിതത്തെ ധന്യമാക്കി കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ ആഖിറത്തെ അള്ളാഹു വെളിച്ചമാക്കുമാറാകട്ടെ. ഉന്നതമായിട്ടുള്ള ദറജകളിലേക്ക് ഉയർത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പ്രിയങ്കരനായ തൊടിയൂർ മൗലവി സാഹിബ് അവർ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യകത അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ആത്മീയ മേഖലയിൽ. ഹജ്ജ് കമ്മിറ്റി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന അദ്ദേഹം കേരളത്തിലെ വിശ്വാസികൾക്കൊക്കെ തന്നെ നേരത്തെ തന്നെ സുപരിചിതനാണ്. അതുപോലെ തന്നെ പ്രബോധന മേഖലയിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കക്ഷി ചിന്തകൾക്കൊക്കെ അതീതമായി അദ്ദേഹം പങ്കെടുക്കുകയും അവിടെയെല്ലാം തൻ്റെ അഭിപ്രായങ്ങൾ മുഖം നോക്കാതെ തുറന്നു പറയുകയും ചെയ്യുന്ന ധീരനായ ഒരു ആലിമാണ് മഹാനായ ദക്ഷിണ കേരള തിരുമേനി ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട തൊഴിയൂർ മുഹമ്മദ് മൗലവി സാഹിബ് അവർ. അദ്ദേഹവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എപ്പോഴും സഹപ്രവർത്തകരായി നമ്മൾ കാണാറുള്ള കടക്കൽ അബ്ദുൽ അസീസ് മൗലവി സാഹിബ് അവറുകളും പലപ്പോഴും അവർ കോഴിക്കോട്ട് വരാറുണ്ട്. കോഴിക്കോട് അവിടെ നമ്മൾ വിളിച്ചു ചേർക്കുന്ന മുസ്ലിം സൗഹൃദ വേദിയുണ്ട്. മുസ്ലിം സൗഹൃദ വേദിയിലെ നിത്യ സാന്നിധ്യങ്ങളാണ് ആ രണ്ട് മഹത്തുക്കളായ ഉലമാക്കളും എന്നുള്ളതും നമ്മൾ അഭിമാനത്തോടെ തന്നെ ഇവിടെ പങ്കുവെക്കുകയാണ്. കാലം അതിയായ വേഗതയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നൂറ്റാണ്ടിലൂടെയാണല്ലോ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരുപാട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞു പോയി. 19-ാം നൂറ്റാണ്ടും 20-ാം നൂറ്റാണ്ടും കഴിഞ്ഞു. 19-ാം നൂറ്റാണ്ടിനേക്കാളും വേഗതയായിരുന്നു 20-ാം നൂറ്റാണ്ടിൽ. 20-ാം നൂറ്റാണ്ടിൻ്റെ വേഗത തന്നെയായിരിക്കും ലോകത്തിനിയും ഉണ്ടാവുക എന്ന് വിചാരിച്ചിരുന്ന നമുക്ക് 21-ാം നൂറ്റാണ്ടിലേക്ക് കടന്നപ്പോൾ ലോകത്തിൻ്റെ വേഗത തന്നെ വളരെയേറെ വർദ്ധിച്ചു എന്നുള്ളതാണല്ലോ. മനുഷ്യ ജീവിതത്തിൻ്റെ സഞ്ചാരം, ചിന്താഗതികൾ, അതുപോലെ തന്നെ ലോകത്തിൻ്റെ ചലനങ്ങൾ, വ്യാവസായിക രംഗം, ലോകത്തിൻ്റെ വാണിജ്യ മേഖലകൾ, അതുപോലെ തന്നെ ലോകത്തിൻ്റെ ഗതാഗത മേഖലകൾ, ഇവയൊക്കെ തന്നെ വളരെയേറെ വേഗത കൈവരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണല്ലോ നമുക്കിന്ന് കാണുവാൻ കഴിയുന്നത്. പക്ഷെ ഇങ്ങനെ ലോകം മുന്നോട്ട് ഗമിക്കുമ്പോഴും പിടിച്ചാൽ കിട്ടാത്ത വേഗതയിൽ മുന്നോട്ട് പോകുമ്പോഴും അവിടെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുള്ള പാരമ്പര്യമുണ്ട്. നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുള്ള മൂല്യബോധങ്ങളുണ്ട്. ലോകത്തിൻ്റെ ഗതിവിഗതികൾക്കനുസരിച്ച് നമ്മുടെ മൂല്യബോധം നമുക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ, ആ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പരിപൂർണ ബോധവാന്മാരാണ് ഈ വേദിയിലുള്ളവരും ഈ സമ്മേളനത്തിന് എത്തിച്ചേർന്നിട്ടുള്ള ആയിരക്കണക്കായ ആളുകൾ. കാരണം നമ്മൾ ചെറുപ്പം തൊട്ട് തന്നെ അതേക്കുറിച്ചുള്ള അറിവുകൾ കരസ്ഥമാക്കുവാൻ സാധിച്ചിട്ടുള്ളവരാണ്. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ തന്നെ 3000-ലേറെ മദ്രസകൾ കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഉത്തര കേരളത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആഭിമുഖ്യത്തിൽ 10,000-ലേറെ മദ്രസ അവിടെയും പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ മുസ്ലിങ്ങളിൽ മറ്റ് അവാന്തര വിഭാഗങ്ങളുണ്ട്. ആ വിഭാഗങ്ങൾക്കൊക്കെ തന്നെ മദ്രസകളുണ്ട്. അവയെല്ലാം കൂടി കേരളത്തിലെ സ്കൂളുകളെക്കാളും കൂടുതൽ മദ്രസകൾ പ്രവർത്തിക്കുന്നത് ഒരു അനുഭവ യാഥാർത്ഥ്യമാണ്. ആ മദ്രസകളിലൂടെ നമ്മൾ നേടുന്ന വിജ്ഞാനം, നമുക്ക് നേടിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുള്ള ആത്മീയമായിട്ടുള്ള പരിസര ബോധം എന്നൊന്നുണ്ട്. ഒരു മനുഷ്യ ജീവിതത്തിൽ അവൻ
കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ഒന്ന്, അവൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് എന്താണ്? ഇന്നത്തെ കാലത്ത് അവൻ കാത്തു സൂക്ഷിക്കേണ്ടത് ആത്മീയമായിട്ടുള്ള ഒരു പരിസര ബോധത്തെയാണ്. ആത്മീയമായ പരിസര ബോധം നഷ്ടപ്പെടുമ്പോൾ നമ്മൾ വിശ്വാസത്തിൽ നിന്ന് അകലുന്നു. നമ്മൾ ധാർമ്മികതയിൽ നിന്ന്, മൂല്യബോധങ്ങളിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നു. എന്നാൽ കേരളത്തിലെ മുസ്ലിം സമൂഹം വളരെ വ്യവസ്ഥാപിതമായി തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നു. തലമുറകൾക്ക് മതപരമായിട്ടുള്ള വിജ്ഞാനത്തെ എത്തിച്ചു കൊടുക്കുന്നത്. ഇന്ന് ലോകം വലിയ പുരോഗതിയൊക്കെ നേടിയിട്ടുള്ള ഈ കാലത്ത് വിദ്യാഭ്യാസവും ശാസ്ത്ര സാങ്കേതിക വിദ്യകളും ടെക്നോളജിയിൽ നിന്ന് എത്തി നിൽക്കുന്നത് AI കാലഘട്ടത്തിലാണ്. ഇങ്ങനെ അനുഭവങ്ങളും വിജ്ഞാനങ്ങളും ലോകത്തിങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോഴും ലോകം പലപ്പോഴും ദിശാബോധം നഷ്ടപ്പെടുന്ന രീതിയിൽ പ്രതികരിക്കുന്നുമുണ്ട് എന്നുള്ളതാണല്ലോ. നീതിപീഠങ്ങൾ അവരും ആശങ്കിച്ചു പോകുന്നു. ടെക്നോളജിയും വിദ്യാഭ്യാസവും എഡ്യൂക്കേഷനും ഒക്കെ നേടിക്കൊണ്ടിട്ടുള്ള ഒരു ലോകം, ആ ലോകത്ത് എന്തുകൊണ്ട് കുറ്റകൃത്യങ്ങളുടെ തടവുകാരായി മനുഷ്യർ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നിയമ വ്യവസ്ഥയെ ആശങ്കാകുലരാക്കുന്നത്. വിദ്യാഭ്യാസം നേടുന്തോറും, അറിവുകൾ നേടുന്തോറും മനുഷ്യൻ്റെ വ്യക്തിത്വം വികസിക്കേണ്ടതുണ്ട്. കോട്ടും ടൈയും എന്നതുപോലെ തന്നെ ബ്രാൻഡഡ് ഷർട്ടുകളും മുണ്ടും ഇതൊക്കെ വേഷവിധാനങ്ങളായി ലോകത്തെ ഓരോ പ്രദേശങ്ങളിലും ഏറ്റവും ആധുനികമായിട്ടുള്ള വേഷവിധാനങ്ങൾ, വളരെ വിലയേറിയ നിറപ്പകിട്ടുള്ള വേഷവിധാനങ്ങൾ, അതൊക്കെ അണിഞ്ഞ് ജീവിക്കുന്നവരാണല്ലോ ഇപ്പോഴത്തെ മനുഷ്യർ. ഇന്ന് പട്ടിണി വളരെ അപൂർവമാണ്. ഇന്ന് ഒരു പക്ഷേ ഭക്ഷണത്തിൻ്റെ ആധിക്യമായിരിക്കും ലോകത്തെ എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയും. ഇന്നിപ്പോൾ ഇൻഫർമേഷൻ സോഷ്യൽ മീഡിയ സജീവമായ ഒരു കാലമാണല്ലോ. സോഷ്യൽ മീഡിയയിൽ ഭക്ഷണത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ്. എപ്പോഴെല്ലാം ആർക്കെല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന ഭക്ഷ്യ സംസ്കാരത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, മലബാറിലോ തെക്കൻ കേരളത്തിലോ മാത്രമല്ല, ഇന്ത്യയിലെ ഓരോ നഗരങ്ങളിലും അതുണ്ട്. വിദേശ രാജ്യങ്ങളിലെ സോഷ്യൽ മീഡിയ അതിലും നമുക്ക് കാണുവാൻ കഴിയുന്നത് അതാണ്. രുചികരമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനുള്ളത്. ഓരോ ദിവസവും ഓരോ നേരവും പുതിയ പുതിയ ഭക്ഷണം കഴിക്കണമെന്നാണ് ഇപ്പോഴത്തെ പുതിയ തലമുറ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനവർ ഗൂഗിളിൽ പോകുന്നു, ഗൂഗിളിലുണ്ടാവും ഓരോ ദിവസവും പുതിയ രീതിയിലുള്ള ഭക്ഷ്യ പദാർത്ഥങ്ങൾ, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും, അത് പാചകം ചെയ്യേണ്ട രീതികളുണ്ടാവും. അതൊക്കെ നോക്കി ദിവസവും പുതിയ പുതിയ ഭക്ഷണങ്ങളുടെ പിറകെ പോകുന്ന ഒരു സംസ്കാരമാണ് ഇന്ന് ലോകത്തെ എല്ലായിടത്തും ഉള്ളത്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല. ഞാൻ വിചാരിച്ചു നമ്മുടെ നാട്ടിൽ മാത്രമാണ് പോയി റെസ്റ്റോറൻറ്റുകളും കഫേകളും മറ്റൊക്കെ തട്ടുകടകൾ എന്ന പേരിലുള്ള വേറെ സംവിധാനങ്ങൾ, ഇതൊക്കെ നമ്മുടെ നാട്ടിലാണുണ്ടെന്ന് വിചാരിച്ചു. അതല്ല, ലോകത്തെ എല്ലായിടത്തും ഇത് ഒരു നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ സുഖത്തിൻ്റെ പിന്നാലെ പോകുന്നു എന്നുള്ളതാണ്. ജീവിതം സുഖത്തിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പഠിക്കുന്ന ഉയർന്ന അറിവുകൾ, ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും റിസർച്ചുകളും, ഇതൊക്കെ ഇന്ന് എല്ലാവരിലും എത്തുന്നുണ്ട്. എല്ലാവരും അതിൻ്റെ പിറകെയാണ്. അതിലൂടെ അവർക്കൊക്കെ അനുഭവജ്ഞാനം, വിദ്യാഭ്യാസം നേടുവാനും കഴിയുന്നുണ്ട്. പക്ഷെ നിത്യജീവിതത്തിൽ എന്തുകൊണ്ട് അവ ദിശാബോധം നൽകുന്നില്ല എന്നുള്ളതാണ്. നിത്യജീവിതത്തിൽ അതൊക്കെ മറന്നുകൊണ്ടിരിക്കുന്നു. നിത്യജീവിതത്തിൽ സുഖലോലുപതയ്ക്ക് പിറകെ പോയിക്കൊണ്ടിരിക്കുന്നു ആധുനിക സമൂഹം. അവിടെ തൻ്റെ ലക്ഷ്യത്തിൻ്റെ മുമ്പിൽ മാർഗം അവന് തടസ്സമാണെങ്കിൽ ആ മാർഗത്തെ ഇല്ലാതാക്കുന്നു. താൻ മനസ്സിലാക്കുന്ന ചില ലക്ഷ്യങ്ങളുണ്ടാവും. പക്ഷെ ആ ലക്ഷ്യങ്ങളിലേക്ക് ചിലപ്പോൾ സത്യനിഷേധത്തിൻ്റെ വഴി സ്വീകരിക്കേണ്ടി വരും. ധാർമ്മിക നിരാസത്തിൻ്റെ വഴികൾ സ്വീകരിക്കേണ്ടി വരും.
അങ്ങനെ വരുമ്പോൾ ഒരു മടിയും കൂടാതെ അതിൻ്റെ പിറകെ പോകും. അവിടെ കൊലപാതകങ്ങളുണ്ടാവും, അവിടെ മോഷണങ്ങളുണ്ടാവും, തട്ടിപ്പറിയുണ്ടാവും, പിടിച്ചുപറിയുണ്ടാവും. അവിടെ ബന്ധങ്ങളുടെ ഒരു പ്രശ്നമില്ലാതായി മാറുന്നു. സ്വന്തം സുഖലോലുപതക്ക് തടസ്സം നിൽക്കുന്നതാരോ അവരെ ഇല്ലായ്മ ചെയ്യാൻ അതിന് ബന്ധങ്ങൾ വിഘാതം സൃഷ്ടിക്കുന്നില്ല. അവിടെ അവരെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ആ തലത്തിലേക്ക് മനുഷ്യ മനസ്സിൻ്റെ ചിന്തകൾ വ്യതിചലിച്ചു പോയ ഒരു കാലഘട്ടം കൂടിയാണിത്. അവിടെയാണ് കോടതികളും നിയമപാലകന്മാരും ആശങ്കിക്കുന്നത്, എന്തുകൊണ്ട് ഇത്രയും വിദ്യാഭ്യാസവും അറിവൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇത്തരം അതിനീച കൃത്യങ്ങളിലേക്ക് മനുഷ്യൻ ആപതിച്ചു പോകുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ആത്മീയമായിട്ടുള്ള അറിവുകളുടെ അനിവാര്യത ഇന്ന് ലോകം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലോകത്തെല്ലാവരും മതവിശ്വാസികളാണ്, ഭൂരിഭാഗം പേരും മതവിശ്വാസികളാണ്. ആരാധനകൾ കൊണ്ട് വ്യത്യസ്തമായിരിക്കും മതം, ആരാധനാ രീതികൾ കൊണ്ട് വ്യത്യസ്തമാകും, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വ്യത്യസ്തമാകും. പക്ഷേ ഓരോ മതവും അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന മൂല്യങ്ങളുണ്ട്. ധാർമ്മികതയിലേക്ക് അവരെ കൈപിടിച്ചുയർത്താവുന്ന മാർഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. മനുഷ്യൻ നിർബന്ധമായും കാത്തു സൂക്ഷിക്കേണ്ട സഹവർത്തിത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കാരണം മനുഷ്യരെല്ലാവരും ഒറ്റക്കെട്ടായി ജീവിക്കുക. കാരണം മനുഷ്യരെല്ലാവരെയും സൃഷ്ടിച്ചത് ഒരേ നാഥനാണ്. പിന്നീടാണ് ആ മനുഷ്യരാണ് പിന്നെ വിവിധ മതങ്ങൾ, വിവിധ ജാതികൾ, വിവിധ ചിന്താരീതികൾ, വിവിധ പ്രത്യയശാസ്ത്രങ്ങൾ ഇവയുടെയൊക്കെ പിറകെ പോകുന്നത്. എന്നാൽ അള്ളാഹു പറയുന്നു, സൃഷ്ടാവായ നാഥൻ പറയുന്നു, വലഖദ് കറംനാ ബനി ആദം, നാം ആദം സന്തതികളെ ബഹുമാനിച്ചിരിക്കുന്നു, ആദരിച്ചിരിക്കുന്നു എന്ന് സൃഷ്ടാവ് പറയുകയാണ്. സൃഷ്ടാവിൻ്റെ മനുഷ്യരെ മാത്രമല്ല സൃഷ്ടിച്ചിട്ടുള്ളത്, ഈ ലോകത്തെ എല്ലാ ചരാചരങ്ങളെയും സൃഷ്ടിച്ചത് സൃഷ്ടാവാണ്. അത് ജീവനുള്ള അതിൽ ജീവി വിഭാഗമായ മനുഷ്യ വിഭാഗമുണ്ട്, മനുഷ്യരല്ലാത്ത മറ്റ് ജീവി വിഭാഗങ്ങളുണ്ട്, സസ്യജാലങ്ങളുണ്ട്, സമുദ്രങ്ങളുണ്ട്, സമുദ്രങ്ങളിലെ മത്സ്യ സമ്പത്തുണ്ട്, രത്നങ്ങളുണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് പ്രകൃതിയിൽ. ഈ പ്രകൃതിയൊക്കെ സൃഷ്ടിച്ച് അതിനൊക്കെ പരിപാലിച്ചു കൊണ്ടുപോകുന്നു സൃഷ്ടാവായ രാജാധിരാജനായ അല്ലാഹു. ആ പരിപാലിക്കുന്ന അവനറിയാം, ഓരോ സൃഷ്ടിപ്പിൻ്റെയും രഹസ്യങ്ങളെക്കുറിച്ചറിയാം. മനുഷ്യനിൽ നിക്ഷിപ്തമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് മറ്റാരെക്കാളും അറിയുന്നത് സൃഷ്ടാവായ അല്ലാഹുവിനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു ഓരോ കാലത്തും അവൻ്റെ പ്രബോധനങ്ങൾ ലോകത്ത് അവതരിപ്പിച്ച് തന്നിട്ടുണ്ട്. ആദിപിതാവ് ആദം അലൈഹിസ്സലാം ലോകത്ത് വന്നു. ആദിപിതാവ് ഒരുപാട് അറിവുകൾ കൊടുത്തുകൊണ്ടാണ് ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു ലോകത്തേക്ക് അയച്ചിട്ടുള്ളതെന്ന് ചരിത്രം പറയും. ആദം നബി അലൈഹിസ്സലാമിൻ്റെ കാലം കഴിഞ്ഞു. അപ്പോഴും അല്ലാഹു ആ ദൗത്യം അവസാനിപ്പിച്ചില്ല. മനുഷ്യരിൽ നിന്ന് തന്നെ അവൻ ഉത്തമ വ്യക്തിത്വങ്ങളെ തിരഞ്ഞെടുത്തു. അവരിൽ പലരെയും, പല പ്രമുഖരെയും പ്രവാചകന്മാരായി നിയോഗിച്ചു. ആ പ്രവാചകന്മാരിലൂടെ ഓരോ കാലഘട്ടത്തിനും അനിവാര്യമായ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വിജ്ഞാനത്തെയാണ്, ജീവിത രീതികളെയാണ് സൃഷ്ടാവ് പഠിപ്പിച്ചു കൊടുത്തത്. മാലാഖ മുഖേന, ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മാലാഖ മുഖേനയാണ് പ്രവാചകന്മാർക്ക് സൃഷ്ടാവ് അറിവ് പകർന്നു കൊടുത്തത്. അത് ഓരോ കാലഘട്ടത്തിലെയും സമൂഹത്തെ സമുദ്ധരിക്കുന്നതിന് വേണ്ടി ഉള്ളതാണ്, അവരെ പ്രബുദ്ധരാക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. അവരെ ഉറക്കിക്കിടത്താനായിരുന്നില്ല, മറിച്ച് അവരുടെ ഊർജം അത് ഏത് മാർഗത്തിൽ എങ്ങനെ ചിലവഴിക്കണം, അവരുടെ ശരീരത്തിൻ്റെ ശക്തി, അവരുടെ ശരീരത്തിൻ്റെ ഓജസ്, തേജസ്, ഇതൊക്കെ എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്നുള്ള പാഠങ്ങളാണ് ഓരോ പ്രവാചകന്മാരിലൂടെയും അല്ലാഹു അവതരിപ്പിച്ചു കൊടുത്തു. ആ പ്രവാചക പരമ്പരയിൽ ഖാതിമുൽ അംബിയ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പരിശുദ്ധരായ പ്രവാചകർ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചക പരമ്പരയിൽ അവസാനത്തെ കണ്ണിയാണ്. പ്രവാചകരിലൂടെ ലോകാവസാനം വരെയുള്ള സമൂഹത്തിനുള്ള ഉത്ബോധനങ്ങളാണ്
അള്ളാഹു നൽകിയത് പരിശുദ്ധ ഖുർആനിലൂടെ എന്ന് നമുക്കറിയാം. എല്ലാ സമൂഹങ്ങൾക്കും വേണ്ടിയുള്ളതാണ്, എല്ലാ ദേശക്കാർക്കും, അറബ് സമൂഹത്തിന് മാത്രമല്ല. അറബിയും അനറബിയും കറുത്തവനും വെളുത്തവനും ലോകത്തെ എല്ലാ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരും അവർക്കെല്ലാം എല്ലാ കാലത്തേക്കും ജീവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയുള്ള പ്രബോധനങ്ങളും ഉത്ബോധനങ്ങളുമാണ് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു മനുഷ്യന് അറിയിച്ചു കൊടുത്തത്. മനുഷ്യൻ്റെ അറിവിന് വേണ്ടിയുള്ളതാണ്, അവൻ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ മനുഷ്യന് അറിവ് പകർന്നു കൊടുക്കുമ്പോൾ ആ അറിവ് ഉപയോഗിച്ചാൽ പ്രകൃതിയെ തന്നെ അവന് കീഴ്പ്പെടുത്തുവാൻ സാധിക്കും. പ്രകൃതിയെ നിയന്ത്രിക്കുവാനും പ്രകൃതിയെ സംവിധാനം ചെയ്യാനും മനുഷ്യന് സാധിക്കുന്നു. ലോകത്ത് മറ്റൊരു ജീവിക്കും അത് കഴിയുകയില്ല. മനുഷ്യർക്ക് മാത്രമേ അതേ കഴിയുള്ളൂ. പ്രകൃതിയെ പ്രയോജനപ്പെടുത്താനും എന്നപോലെ തന്നെ പ്രകൃതിയെ സംവിധാനം ചെയ്യാനും. പ്രകൃതിയെ സംവിധാനം ചെയ്യുമെന്ന് പറയുമ്പോൾ അതൊരു വലിയ പ്രപഞ്ചമാണ്. അത് 1-ാം ക്ലാസ്സിലെ പാഠം തുടങ്ങി അവൻ്റെ ആ പാഠങ്ങൾ പിന്നെ ബഹിരാകാശത്തേക്കെത്തും. ബഹിരാകാശ യുഗത്തിലാണല്ലോ ഇന്നുള്ളത്. നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത, നമ്മുടെ ചിന്തകൾക്ക് പോലും എത്തിച്ചേരുവാൻ കഴിയാത്ത തലങ്ങളിലേക്ക് ശാസ്ത്രത്തിൻ്റെ അറിവുകളിലൂടെ മനുഷ്യനെ കടന്നു ചെല്ലാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെ പ്രകൃതിയെ സംവിധാനിക്കുന്നതിൻ്റെ ഭാഗമാണ്. ആ സംവിധാനം മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ വാർത്താവിനിമയം, നമ്മുടെ ഇൻഫർമേഷൻ ട്രാൻസ്പെറൻ്റ് ആക്കുക എന്നുള്ളത്, അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ, ഇതിലൊക്കെ തന്നെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മുന്നേറുവാൻ കഴിയുന്നു. ലോകത്തെ ഭരണാധികാരികൾ അവർക്ക് ഭരണം എളുപ്പമാക്കാൻ കഴിയുന്നു. ഇന്ന് ഏത് രാജ്യത്തും അങ്ങനെയുള്ളൂ. ഭരണാധികാരിക്ക് ഓഫീസിൽ ഇരുന്നു കൊണ്ട് തന്നെ അയാളുടെ ആ ഭരണ പ്രദേശങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ അന്യനിമിഷം അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു, നിർദ്ദേശങ്ങൾ കൊടുക്കുവാൻ കഴിയുന്നു. ഇതൊക്കെ അറിവിലൂടെയാണ് നമുക്ക് നേടുവാൻ കഴിയുന്നത്. അതിലൂടെയാണ് പ്രദേശങ്ങളെ സംവിധാനിക്കുവാൻ, രാജ്യങ്ങളെ സംവിധാനിക്കുവാൻ മനുഷ്യന് സാധിക്കുന്നത്. ആ തലത്തിലേക്ക് അള്ളാഹു വിജ്ഞാനം കൊടുത്തു മനുഷ്യ സമൂഹത്തിന്. പക്ഷേ അപ്പോഴും ആ വിജ്ഞാനത്തെ പ്രയോജനപ്പെടുത്തേണ്ടതിന് പകരം ആ വിജ്ഞാനത്തെ ദുരുപയോഗം ചെയ്യുക എന്നുള്ള ഏറ്റവും പൈശാചികമായ ഒരു ആസക്തി എന്ന് നമ്മൾ അതിനെ വിളിക്കാറുണ്ട്. ആ ആസക്തി ആണ് കുറ്റകൃത്യങ്ങളിലേക്ക് മനുഷ്യനെ നയിക്കുന്നത്. ആ ആസക്തിയെ അതിജീവിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ ജിഹാദ്. ജിഹാദിൻ്റെ പേരിൽ ഇസ്ലാമിനെ പലരും കുറ്റപ്പെടുത്തുന്ന വർത്തമാനങ്ങൾ കേൾക്കാറുണ്ടല്ലോ. എന്നാൽ യഥാർത്ഥ ജിഹാദ് എന്താണ്? വെട്ടിപ്പിടിക്കലല്ല, ശത്രുവിനെ നശിപ്പിക്കലല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ യഥാർത്ഥ ജിഹാദ് സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കലാണ്, സ്വന്തം ഇച്ഛകളെ നിയന്ത്രിക്കലാണ്. അതാണ് യഥാർത്ഥ ജിഹാദ്. ഏറ്റവും വലിയ ജിഹാദ് അതാണ് എന്നാണ് വിശുദ്ധ ദീൻ പഠിപ്പിച്ചു തരുന്നത്. ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണ്. ഇസ്ലാമിൻ്റെ ആശയങ്ങൾ അത് ഉച്ചത്തിൽ വിളിച്ചു പറയലല്ല. ഇസ്ലാമിൻ്റെ ആശയങ്ങൾ ജീവിതത്തിലൂടെ പകർത്തി കാണിച്ചു കൊടുക്കുക എന്നതാണ് പ്രബോധനമായി വിശുദ്ധ ദീൻ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത്. ഇന്ന് അഭിപ്രായങ്ങളുണ്ടാവും, അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അതൊക്കെ ഏറ്റുമുട്ടിയും കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ഏറ്റവും ഗുരുതരമായൊരു അവസ്ഥ എന്നുള്ളത്. അഭിപ്രായങ്ങളുണ്ടോടത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. എന്നാൽ അഭിപ്രായ വ്യത്യാസം അത് ഉണ്ടാകുമ്പോൾ അത് ചർച്ച ചെയ്ത് പരിഹരിക്കുക എന്നുള്ളതാണ്. വാദപ്രതിവാദങ്ങൾ നടത്താം സമാധാനപൂർവ്വം. അതിലൂടെ അവരവരുടെ ആശയങ്ങളെ പരസ്പരം പങ്കുവെക്കാം, കൈമാറാം. അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളെ കുറച്ച് കൊണ്ടുവന്നുകൊണ്ട് സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷം നമുക്ക് ഉണ്ടാക്കുവാൻ കഴിയും. ഇന്ന് പക്ഷേ ഒച്ച വെക്കുന്നവരാണ് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത്. സമാധാനത്തോടെ സംസാരിക്കുന്നവരല്ല. നമ്മുടെ മീഡിയക്കാരൊക്കെ അവിടെ ഉണ്ടല്ലോ, അവരുടെ മുമ്പിൽ പോയി ഒച്ച വെക്കുന്നവരെ അവർക്ക് കൂടുതൽ റേഞ്ച് കിട്ടുമെന്നാണ് പറയുന്നത്. എന്നാൽ സമാധാനത്തോടെ ആരെങ്കിലും നല്ല വാക്കുകൾ പറഞ്ഞാൽ അതിനെ പ്രചരിപ്പിക്കുവാനും ആളില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഒരവസ്ഥ. എന്നാൽ ഇന്ന് കാലം ആവശ്യപ്പെടുന്നത്
സമാധാനത്തിൻ്റെ വാക്കുകളാണ്, ഐക്യത്തിൻ്റെ വാക്കുകളാണ്. ഐക്യത്തോടെ നിലനിൽക്കുമ്പോൾ ഒരുപാട് നേട്ടങ്ങളിലേക്ക് നമുക്ക് എത്താൻ കഴിയും. പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ എല്ലാ നേട്ടങ്ങൾക്ക് പിറകിലും സമുദായത്തിലെ ഐക്യമുണ്ട്. സമുദായങ്ങൾക്കിടയിലെ സൗഹൃദമുണ്ട്. ഒരു സമുദായത്തിനും ഒറ്റക്ക് ഒരു ബഹുസ്വര ജീവിതത്തിൽ ജീവിക്കാനോ പുരോഗതിയിലേക്ക് കടന്നു ചെല്ലാനോ സാധിക്കുകയില്ല. പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യ ഒരു ബഹുസ്വര സമൂഹത്തിൻ്റെ ആവാസഭൂമിയാണ്. ഈ ബഹുസ്വര സമൂഹത്തിൽ പരസ്പരമുള്ള ഐക്യം, സമുദായങ്ങൾക്കിടയിലുള്ള ഐക്യം വളരെ പ്രധാനമാണ്. അതിനെ നഷ്ടപ്പെടുത്തി ഒരു നേട്ടവും ആർക്കും ഉണ്ടാക്കുവാൻ സാധിക്കുകയില്ല. ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ളത് എന്താണ്? ആ രാജ്യത്തിൻ്റെ സമാധാനമാണ്. ആ സമാധാനം എന്നത് എന്താണ്? അത് വില കൊടുത്ത് വാങ്ങാവുന്ന ഒന്നല്ല. സമാധാനം എന്നത് മനുഷ്യർക്കിടയിലെ സ്നേഹമാണ്, മനുഷ്യർക്കിടയിലെ സഹവർത്തിത്വമാണ്. മനുഷ്യർ വിശ്വാസപരമായ പല ദിക്കുകളിലുണ്ടാവും, പല ചിന്തകളുടെയും ആളുകളാവും, പല മതങ്ങളും ജാതികളും ഉപജാതികളും ഒക്കെയായി ജീവിക്കുന്നവരാവും. അതൊക്കെ ആവട്ടെ, അത് ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ്. പക്ഷേ ആ ഭിന്നതകൾ അത് ഏറ്റുമുട്ടുവാനുള്ളതല്ല. മറിച്ച് അവിടെ സഹവർത്തിത്വത്തോടെ ജീവിക്കുക എന്നുള്ളതാണ്, പരസ്പര വിശ്വാസത്തോടെ ജീവിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ജീവിക്കുമ്പോഴാണ് അവർക്കിടയിൽ സമാധാനം ഉണ്ടാകുന്നത്. മനുഷ്യർക്കിടയിൽ സമാധാനം നഷ്ടപ്പെടുമ്പോൾ രാഷ്ട്രത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുന്നു. അവിടെ ഗ്രൂപ്പുകളുണ്ടാകുന്നു, വിഭാഗീയതകളുണ്ടാകുന്നു, അവരേറ്റുമുട്ടുന്നു. സർക്കാരുകൾക്കും നീതിപീഠങ്ങൾക്കും അതിനെ തടഞ്ഞു നിർത്താനാകാതെ വരുന്നു. അപ്പോൾ രാജ്യത്തിൻ്റെ ക്രിയാത്മകത തന്നെ ഇല്ലാതാകുന്നു. അപ്പോൾ രാജ്യത്തിന് ഏറ്റവും ആവശ്യം സമാധാനമുള്ള ജനങ്ങളാണെന്നുള്ളതാണ്. ആ സമാധാനമാണ്, ജീവിത സമാധാനമാണ് മതങ്ങൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ മുസ്ലിങ്ങൾ ആ കാര്യത്തിൽ നേരത്തെ തന്നെ ആ കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധമാണ് എന്നത് അത് ആലങ്കാരികമായിട്ട് പറയുന്നതല്ല, നമ്മൾ ഒരാത്മപ്രശംസയോടെ പറയുന്നതല്ല. കാരണം വിജ്ഞാനം ഇസ്ലാമിൻ്റെ സമ്പത്താണ്, ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ അവകാശമാണ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ അത് നമ്മൾ പാർലമെൻറ്റും പാസ്സാക്കിയ ഒന്നാണ്. ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ് നമ്മുടെ പാർലമെൻറ്റ് അത് പാസ്സാക്കുന്നത്. പക്ഷെ അതിൻ്റെയും എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്നത് ഒരു വ്യക്തിയുടെ അവകാശമായി തിരിച്ചറിഞ്ഞ ഒരു സമുദായമാണ് മുസ്ലിം സമുദായം. ഇത് അഹങ്കാരത്തോടെ പറയുന്നതല്ല. നമ്മൾ കൊച്ചുകുട്ടികൾക്ക് ചെറുപ്പം തൊട്ട് തന്നെ മതപരമായിട്ടുള്ള മൂല്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ ഏറ്റവും നല്ല വ്യക്തിത്വം ഉള്ളവരാക്കി വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ്. ഇസ്ലാം ഗുണകാംക്ഷയുടെ മതമാണ്. പരസ്പരം ഗുണകാംക്ഷ ഉപദേശിക്കുക, പരസ്പരം ഗുണകാംക്ഷയിൽ പങ്കുവെച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ഇസ്ലാം നൽകുന്ന സന്ദേശം. ആ പാഠങ്ങളാണ് ചെറുപ്പം തൊട്ട് തന്നെ നമുക്ക് നമ്മുടെ കുട്ടികളിലേക്ക് പകർന്ന് കൊടുക്കുവാൻ സാധിച്ചിട്ടുള്ളത്. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ നടത്തുന്ന ഏറ്റവും വലിയ സേവനവും അതുതന്നെയാണ്. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, അതിൽ മത കലാലയങ്ങളുണ്ട്, മറ്റാധുനികമായിട്ടുള്ള കലാലയങ്ങളുണ്ട്. അതിലൂടെയൊക്കെ തന്നെ അവരുടെ ദൗത്യം ഭംഗിയായി നിർവഹിക്കുകയാണ്. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നുള്ളത് അവർ കാലികമായ വിഷയങ്ങളിൽ വളരെ നല്ല ശ്രദ്ധയോടെ പ്രതികരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം, രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം, ആ പ്രയാണത്തിൽ മതപരമായ വിശ്വാസത്തിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ ആ പ്രയാണത്തിൽ അവരവരുടെ അഭിപ്രായങ്ങൾ ജനങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് പ്രവർത്തിക്കുവാൻ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമക്ക് സാധിക്കുന്നുണ്ട്. അവിടെ എന്താണോ ആധുനിക കാലഘട്ടത്തിന് ആവശ്യം, ആധുനിക മുസ്ലിം സമൂഹത്തിൻ്റെ ക്രിയാത്മകമായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ വിശദീകരിച്ചു കൊടുത്തുകൊണ്ടും മനസ്സിലാക്കി കൊടുത്തുകൊണ്ടും പ്രവർത്തിക്കുന്നു ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. അതിൻ്റെ ആ മഹാവ്യക്തിത്വങ്ങൾക്ക്
പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങളും അവരുടെ ആ പ്രവർത്തനങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള ആശീർവാദങ്ങളും അറിയിക്കുകയാണ്. കൂടുതലായിട്ട് പറയുന്നില്ല. നമുക്ക് ഒറ്റക്കെട്ടായിട്ട് തന്നെ മുന്നോട്ട് പോകണം. സമൂഹത്തിൻ്റെ വെല്ലുവിളികൾ ധാരാളം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം. നേരത്തെ ഇവിടെ നമ്മളൊരു പ്രതിജ്ഞ എടുത്തല്ലോ, പലസ്തീൻ ജനതയോട് ഉള്ള നമ്മുടെ ഐക്യദാർഢ്യം. അത് അന്താരാഷ്ട്ര തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേക ലോബിയിങ്ങിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന അക്രമങ്ങൾ, അതുപോലെ തന്നെ അടിച്ചമർത്തലുകളാണ്. അതുപോലെ നമ്മുടെ രാജ്യത്തും അത്തരം കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഭാഷയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, ഭക്ഷണ രീതികളുടെ പേരിൽ, വസ്ത്രധാരണത്തിൻ്റെ പേരിൽ ഇവിടെയൊക്കെ വിഭാഗീയത പരത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിപ്പോൾ പൗരത്വം തന്നെ നിഷേധിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ രാജ്യത്തെ ബോധപൂർവം പിടിച്ചു കൊണ്ടുപോകുന്നൊരവസ്ഥയും നമുക്ക് കാണാതിരുന്നുകൂടാ. പൗരത്വ നിഷേധം അത് പാർലമെൻറ്റ് ചിലപ്പോൾ പെട്ടെന്ന് പാസ്സാക്കാൻ പറ്റില്ല, സാങ്കേതിക പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ട് പൗരത്വ നിഷേധത്തിലേക്ക്, കാരണം ആദ്യം വോട്ടില്ലാതാക്കുക, വോട്ടില്ലാതായി കഴിഞ്ഞാൽ പിന്നെ അവനിവിടുത്തെ പൗരനല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ നടപടിയെടുക്കുക. ഈ കാര്യങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതെല്ലാം എത്ര ദൂരവ്യാപകമായുള്ള പ്രത്യാഘാതമുണ്ടാക്കുക. അപ്പം അതിനെതിരെയൊക്കെ ശബ്ദിക്കുവാൻ, ജനാധിപത്യപരമായ രീതിയിൽ അതിനെതിരൊക്കെ പ്രതികരിക്കുവാൻ നമുക്ക് സംഘബലം ആവശ്യമാണ്, സംഘബോധം ആവശ്യമാണ്, ഐക്യം ആവശ്യമാണ്. സഹവർത്തിത്വത്തോടെ എല്ലാവരുടെയും പിന്തുണ ആർജിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകേണ്ടതിൻ്റെ ആവശ്യകത, അതെല്ലാം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന മഹത്തായ ഒരു സംഘടനയാണ് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ. അതിൻ്റെ 70-ാം വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കുവാനും ഈ വേദിയിൽ വന്നുകൊണ്ട് നിങ്ങളൊക്കെ അഭിസംബോധന ചെയ്യുവാനും സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. എൻ്റെ വന്യ പിതാവും എൻ്റെ വന്യ സഹോദരങ്ങളും അവരെല്ലാം ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുമായി പങ്കുവെച്ച ആ മഹനീയമായിട്ടുള്ള ബന്ധങ്ങൾ, ഇഴചേർന്ന ബന്ധങ്ങൾ, ആ ബന്ധങ്ങളുടെ ഭാഗമാകുവാൻ കഴിഞ്ഞതിൽ ഈ ഉള്ളവനും അതിയായ സന്തോഷമുണ്ട് എന്നിവിടെ സ്വയം അറിയിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ